എല്ലാവർക്കും കൂടിയുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആയിഷ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് വെരിക്കോസിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. വെരിക്കോസ് രണ്ട് കാലും, ഒരു കാല് നല്ല പോലെ ഉണ്ട്, അത് പൊട്ടി തുടങ്ങിയിരുന്നു. ഒരു കാല് ഒരു ചെറിയ ചെറിയ നിറമായിട്ട് അതും വലിയ പ്രശ്നം തന്നെയായിരുന്നു. എൻ്റെ അരേൻ്റെ താഴേക്ക് നല്ല പോലെ വെരിക്കോസ് വന്ന് എനിക്ക് നടക്കാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല, നിസ്കരിക്കാൻ സുജൂദിൽ പോകാനൊന്നും കാല് മടക്കാൻ ഒന്നിനും പറ്റില്ലായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെയധികം കരഞ്ഞൊരു സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് ഡോക്ടറെ കാണിച്ചു, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. ലാസ്റ്റ് എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നോട് പറഞ്ഞു പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 69 രൂപ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടാവും, ഞരമ്പ് കട്ട് ചെയ്യാന്ന്. അപ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, കുറച്ചൊരു 60, 65, 70 വയസ്സായിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിലും നിരാശപ്പെട്ടിട്ട് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. ആ സമയത്തൊന്നും എനിക്കത് വലിയൊരു വിശ്വാസം വന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് മരുന്നുകളും ഇതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു ഞാൻ കഴിക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാനത് വലിയൊരു വിശ്വാസം കാണിച്ചില്ല. പിന്നെ അവൾ എന്നെ നിർബന്ധിച്ച് നോക്കാം, നമുക്ക് ഒരു പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് കഴിച്ചു. എനിക്കത് ഒരുവിധ റിസൾട്ട് കിട്ടി. ആ ഒരു എന്താ പറയണ്ടേ, എനിക്ക് നിസ്കരിക്കാൻ ഇപ്പം ഞാൻ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നിസ്കരിക്കുന്നു, മടക്കി കാല് മടക്കി ഇരിക്കുന്നു. എനിക്ക് എന്താ പറയുക, ചന്ദനപ്പടിയിട്ട് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഇത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് ഈ ഒരു മെൻസസ് ആകുന്ന ആ സമയത്തൊക്കെ ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു. ഒരു എല്ലാവർക്കും വരുമ്പോഴല്ല, എന്ന് വെച്ചാൽ അത്രമാത്രം കാലിൻ്റെ ഈ അരേൻ്റെ താഴേന്നൊക്കെ ഞരമ്പ് എടുത്ത് പിടിച്ച് പൊട്ടുന്നൊരു ഇതായിരുന്നു. ചൊറിയാൻ പറ്റില്ല, ചൊറിഞ്ഞിട്ടുണ്ടാവും പൊട്ടുക. അങ്ങനെ എനിക്കൊരു പുറത്തൊരാളോട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അൽഹംദുലില്ലാ അതിലെല്ലാം ഞാൻ ഇപ്പം വളരെയധികം സന്തോഷത്തിലാണുള്ളത്. എനിക്ക് വയറിൻ്റെ തൊലിക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ചൊറി പോലെയൊക്കെ വരുത്ത്. ഇപ്പം ഈ എനറോണിൻ്റെ ഹാൻഡ് ഹാർട്ടും ഒക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് അൽഹംദുലില്ലാ നല്ല മാറ്റങ്ങൾ, എല്ലാത്തിനും നല്ല മാറ്റം. പിന്നെ റംസീന മേഡത്തിനോടും മുനീർ സാറിനോടും എല്ലാവരോടും ഞാനിതിന് കടപ്പെട്ടിരിക്കുന്നത്. അത്ര അങ്ങനെ ഞാൻ പറയാം, അത്രമാത്രം ഞാൻ വേദന സഹിച്ച ഒരാളാണ്. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. വേദനകളായിട്ടുള്ള അവരുടെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ അവർ പ്രസന്റ് ചെയ്തത്. കാരണം